സ്വർഗരാജാവായ ഇന്ദ്രന്റെ പ്രാർത്ഥനകൾ. ഗോവർദ്ധന കുന്നിനെ ഉയർത്തി വൃന്ദാവന നിവാസികളെ ഇന്ദ്രന്റെ കോപത്തിൽ നിന്ന് കൃഷ്ണൻ രക്ഷിച്ചപ്പോൾ ഗോലോക വൃന്ദാവനത്തിൽ നിന്നുള്ള ഒരു സുരഭി പശുവും സ്വർഗത്തിൽ നിന്നുള്ള രാജാവായ ഇന്ദ്രനും അവന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. സ്വർഗരാജാവായ ഇന്ദ്രന് കൃഷ്ണന്റെ മുമ്പാകെയുള്ള തന്റെ കുറ്റകൃത്യത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം രഹസ്യമായി ഒരു വിജനമായ സ്ഥലത്ത് അവന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. സ്വന്തം കിരീടം സൂര്യപ്രകാശം പോലെ തിളങ്ങുന്നുണ്ടെങ്കിലും അദ്ദേഹം ഉടൻ തന്നെ കൃഷ്ണന്റെ താമരപ്പൂക്കളിൽ വീണു. കൃഷ്ണന്റെ ഉന്നത സ്ഥാനത്തെക്കുറിച്ച് ഇന്ദ്രന് അറിയാമായിരുന്നു. കാരണം കൃഷ്ണൻ ഇന്ദ്രന്റെ യജമാനനാണ്. പക്ഷേ കൃഷ്ണൻ ഇറങ്ങിവന്ന വൃന്ദാവനത്തിൽ ഗോപാലകരുടെ ഇടയിൽ താമസിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണൻ ഇന്ദ്രന്റെ അധികാരത്തെ ധിക്കരിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിൽ താൻ എല്ലാത്തിലും ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും തന്നെപ്പോലെ ശക്തനായ മറ്റാരുമില്ലെന്നുമുള്ള ഇന്ദ്രന്റെ ധാരണയ്ക്ക് ഇന്ദ്രൻ കോപാകുലനായി. എന്നാൽ ഈ സംഭവത്തിനുശേഷം അദ്ദേഹത്തിന്റെ വ്യാജവും പൊങ്ങച്ചവുമായ അന്തസ്സ് നശിച്ചു. തന്റെ കീഴ്പ്പെട്ട സ്ഥാനത്തെക്കുറിച്ച് ബോധവാനായ അദ്ദേഹം കൂപ്പുകൈകളോടെ കൃഷ്ണന്റെ മുമ്പാകെ ഹാജരായി താഴെ പറയുന്ന പ്രാർത്ഥനകൾ അർപ്പിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട ദൈവമേ, ഇന്ദ്രൻ പറഞ്ഞു, എന്റെ തെറ്റായ അഭിമാനത്താൽ വീർപ്പുമുട്ടി ഗോപാലകരെ ഇന്ദ്രയജ്ഞം നടത്താൻ അനുവദിക്കാത്തതിലൂടെ നീ എന്നെ വ്രണപ്പെടുത്തിയെന്ന് ഞാൻ കരുതി. യാഗത്തിനായി ക്രമീകരിച്ച വഴിപാടുകൾ ആസ്വദിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതി. ഒരു ഗോവർദ്ധന യാഗത്തിന്റെ പേരിൽ നീ എന്റെ ലാഭത്തിന്റെ പങ്കെടുക്കുകയാണെന്ന് ഞാൻ കരുതി. അതിനാൽ ഞാൻ നിന്റെ സ്ഥാനം തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ നിന്റെ കൃപയാൽ നീ പരമമായ ഭഗവാൻ, പരമദിവ്യോത്തമ വ്യക്തിത്വം, എല്ലാ ഭൗതിക ഗുണങ്ങൾക്കും അതീതൻ എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ അതീന്ദ്രിയ സ്ഥാനം വിശുദ്ധ സത്വമാണ്. അത് ഭൗതിക ഗുണങ്ങളുടെ അസ്വസ്ഥതയ്ക്ക് അതീതമാണ്. നിന്റെ അതീന്ദ്രിയ വാസസ്ഥലം. നിന്റെ പേര്, പ്രശസ്തി, രൂപം, ഗുണങ്ങൾ, സാമഗ്രികൾ, വിനോദങ്ങൾ എന്നിവയെല്ലാം ഈ ഭൗതിക സ്വഭാവത്തിന് അതീതമാണ്. അവ ഒരിക്കലും 3 ഭൗതിക ഗുണങ്ങളാൽ അസ്വസ്ഥമാകുന്നില്ല. കഠിനമായ തപസ്സുകളും അനുഷ്ഠിക്കുകയും അഭിനിവേശം, അജ്ഞത തുടങ്ങിയ ഭൗതിക ഗുണങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനാകുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നിന്റെ വാസസ്ഥലം പ്രാപ്യമാകൂ. നീ അങ്ങനെ ചിന്തിച്ചാൽ ഈ ഭൗതിക ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളെ സ്വീകരിക്കുന്നു. അയാൾക്ക് തെറ്റി. ഭൗതിക ഗുണങ്ങളുടെ തരംഗങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ സ്പർശിക്കാൻ കഴിയില്ല. ഈ ലോകത്തിൽ നിങ്ങൾ സന്നിഹിതനായിരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ അവയെ സ്വീകരിക്കുന്നില്ല. നിങ്ങളുടെ കർത്തൃത്വം ഒരിക്കലും ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളാൽ നിയന്ത്രിതമല്ല. എന്റെ പ്രിയപ്പെട്ട ഭഗവാൻ, ഈ പ്രപഞ്ച പ്രകടനത്തിന്റെ ആദിപിതാവ് അങ്ങാണ്. ഈ പ്രപഞ്ചത്തിന്റെ പരമമായ ആത്മീയ ഗുരുവും എല്ലാറ്റിന്റെയും ആദിമാതാവും അങ്ങാണ്. നിത്യകാലം എന്ന നിലയിൽ കുറ്റവാളികളെ ശിക്ഷിക്കാൻ അങ്ങ് പ്രാപ്തനാണ്. ഈ ഭൗതിക ലോകത്തിൽ സ്വയം പരമമായ കർത്താവാണെന്നോ പ്രപഞ്ചത്തിലെ എല്ലാത്തിലുമുപരിയായി കാണുന്ന എന്നെപ്പോലെയുള്ള നിരവധി വിഡ്ഢികളുണ്ട്. അങ്ങ് വളരെ കരുണാമയനാണ്. അവരുടെ കുറ്റങ്ങൾ അംഗീകരിക്കാതെ അവരുടെ വ്യാജമായ പ്രതാപം കീഴടക്കാനും അങ്ങല്ലാതെ മറ്റാരുമല്ല പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അവർക്ക് അറിയാനും അങ്ങ് മാർഗങ്ങൾ കണ്ടെത്തുന്നു. അങ്ങ് പരമപിതാവും പരമാത്മാവും പരമരാജാവുമാണ്. അതിനാൽ എല്ലാ ജീവജാലങ്ങളുടെയും പെരുമാറ്റത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേട് ഉണ്ടാകുമ്പോഴെല്ലാം അവരെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പിതാവ്, ആത്മീയ ഗുരു, സംസ്ഥാനത്തിന്റെ പരമോന്നത എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർ എല്ലായ്പ്പോഴും യഥാക്രമം അവരുടെ പുത്രന്മാരുടെയും വിദ്യാർത്ഥികളുടെയും പൗരന്മാരുടെയും അഭ്യുദകാംക്ഷികളാണ്. അതിനാൽ അഭ്യുദകാംക്ഷികൾക്ക് അവരുടെ ആശ്രിതരെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. നിങ്ങളുടെ സ്വന്തം ആഗ്രഹത്താൽ നിങ്ങൾ ഭൂമിയിൽ നിങ്ങളുടെ നിത്യമായ വിവിധ രൂപങ്ങളിൽ ശുഭകരമായി പ്രത്യക്ഷപ്പെടുന്നു. ഭൂമിയിലെ ഗ്രഹത്തെ മഹത്വപ്പെടുത്താനും പ്രത്യേകിച്ച് ദൈവമാണെന്ന് വ്യാജമായി അവകാശപ്പെടുന്ന വ്യക്തികളെ ശിക്ഷിക്കാനുമാണ് നിങ്ങൾ വരുന്നത്. ഭൗതിക ലോകത്ത് സമൂഹത്തിന്റെ പരമോന്നത നേതാക്കളാകാൻ വ്യത്യസ്തതരം ജീവജാലങ്ങൾക്കിടയിൽ പതിവായി മത്സരമുണ്ട്. കൂടാതെ നേതൃത്വത്തിന്റെ പരമോന്നത സ്ഥാനങ്ങൾ നേടുന്നതിൽ നിരാശരായ ശേഷം വിഡ്ഢികൾ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. പരമോന്നത വ്യക്തിത്വം. ഈ ലോകത്ത് എന്നെപ്പോലെ അത്തരം നിരവധി വിഡ്ഢി വ്യക്തിത്വങ്ങളുണ്ട്. എന്നാൽ കാലക്രമേണ അവർ ബോധത്തിലേക്ക് വരുമ്പോൾ അവർ നിങ്ങൾക്ക് കീഴടങ്ങുകയും വീണ്ടും നിങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് ശരിയായി സ്വയം ഏർപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളോട് അസൂയപ്പെടുന്ന നിങ്ങളുടെ ശിക്ഷണക്കാരുടെ ഉദ്ദേശ്യം അതാണ്. എന്റെ ഭൗതിക ഐശ്വര്യങ്ങളെക്കുറിച്ച് വ്യാജമായി അഭിമാനിച്ചുകൊണ്ട് നിന്റെ പരിധിയില്ലാത്ത ശക്തി അറിയാതെ നിന്റെ താമരപ്പൂക്കളോട് ഞാൻ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തു. അതിനാൽ ദയവായി ക്ഷമിക്കണമേ, കാരണം ഞാൻ 1-ാം നമ്പർ വിഡ്ഢിയാണ്. വീണ്ടും ഇത്രയും വിഡ്ഢിയായി പെരുമാറാതിരിക്കാൻ ദയവായി എനിക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഈ കുറ്റകൃത്യം വളരെ വലുതാണെന്നും ക്ഷമിക്കാൻ കഴിയില്ലെന്നും നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ നിത്യദാസനാണെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ നിത്യദാസന്മാരെ സംരക്ഷിക്കാനും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഭാരപ്പെടുത്താൻ വേണ്ടി വലിയ സൈനിക ശക്തി നിലനിർത്തുന്ന ഭൂതങ്ങളെ നശിപ്പിക്കാനും നിങ്ങൾ ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ നിത്യദാസനായതിനാൽ ദയവായി എന്നോട് ക്ഷമിക്കണമേ. എന്റെ പ്രിയപ്പെട്ട ഭഗവാൻ, അങ്ങ് പരമദിവ്യോത്തമ വ്യക്തിത്വമാണ്. അങ്ങ് പരമപുരുഷനും പരമാത്മാവുമായതിനാൽ ഞാൻ അങ്ങേക്ക് എന്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അങ്ങ് വാസുദേവന്റെ പുത്രനാണ്. അങ്ങ് പരമാത്മാവായ കൃഷ്ണനാണ്. എല്ലാ ശുദ്ധഭക്തരുടെയും യജമാനനാണ്. എന്റെ സാഷ്ടാംഗ പ്രണാമങ്ങൾ സ്വീകരിക്കണമേ. അങ്ങ് പരമജ്ഞാനത്തിന്റെ വ്യക്തിത്വമാണ്. അങ്ങയുടെ ആഗ്രഹമനുസരിച്ച് അങ്ങയുടെ നിത്യരൂപങ്ങളിൽ ഏതെങ്കിലും മുന്നിൽ എവിടെയും പ്രത്യക്ഷപ്പെടാം. എല്ലാ സൃഷ്ടികളുടെയും മൂലവും എല്ലാ ജീവജാലങ്ങളുടെയും പരമാത്മാവുമാണ് അങ്ങ്.
എന്റെ കടുത്ത അജ്ഞത കാരണം മഴയും ആലിപ്പഴവും വർഷിച്ചുകൊണ്ട് ഞാൻ വൃന്ദാവനത്തിൽ ഒരു വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചു. എന്നെ തൃപ്തിപ്പെടുത്താൻ നടത്തേണ്ട യാഗം നിർത്തിയതിലുണ്ടായ കടുത്ത കോപത്തിൽ നിന്നാണ് ഞാൻ പ്രവർത്തിച്ചത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭഗവാൻ, അങ്ങ് എന്നോട് വളരെ ദയാലുവാണ്. എന്റെ എല്ലാ വ്യാജ അഹങ്കാരവും നശിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണ എനിക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ ഞാൻ അങ്ങയുടെ താമരപ്പൂക്കളുടെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഭഗവാൻ, അങ്ങ് പരമമായ നിയന്താവ് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ആത്മീയ ഗുരുവുമാണ്. ഇന്ദ്രനാൽ സ്തുതിക്കപ്പെട്ട പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ മനോഹരമായി പുഞ്ചിരിച്ചു. തുടർന്ന് ഒരു മേഘം പോലെ ഗൗരവമേറിയ സ്വരത്തിൽ മറുപടി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഇന്ദ്ര, എന്റെ കാരണമില്ലാത്ത കാരുണ്യം നിന്നോട് കാണിക്കാനും ഞാൻ നിന്റെ നിത്യനായ യജമാനനാണെന്ന് ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ നിന്റെ യാഗം നിർത്തിവെച്ചത്. നിന്റെ മാത്രമല്ല, മറ്റെല്ലാ ദേവന്മാരുടെയും യജമാനനാണ് ഞാൻ. നിന്റെ എല്ലാ ഭൗതിക ഐശ്വര്യങ്ങളും എന്റെ കാരുണ്യം മൂലമാണെന്ന് നീ എപ്പോഴും ഓർക്കണം. ഒരു ജീവജാലത്തിനും സ്വതന്ത്രമായി ഐശ്വര്യമുള്ളവനാകാൻ കഴിയില്ല. എന്റെ കാരുണ്യത്താൽ ഒരാൾക്ക് അനുഗ്രഹം ലഭിക്കണം. ഞാൻ പരമേശ്വരനാണെന്ന് എല്ലാവരും എപ്പോഴും ഓർമ്മിക്കണം. എനിക്ക് ആരെയും എന്റെ അനുഗ്രഹം കാണിക്കാൻ കഴിയും. എനിക്ക് ആരെയും ശിക്ഷിക്കാൻ കഴിയും. കാരണം ആരും എന്നേക്കാൾ ശ്രേഷ്ഠനല്ല. വ്യാജമായ അഹങ്കാരത്താൽ ആരെയെങ്കിലും കീഴടക്കിയതായി ഞാൻ കണ്ടെത്തിയാൽ എന്റെ കാരണമില്ലാത്ത കാരുണ്യം അവനോട് കാണിക്കാൻ വേണ്ടി ഞാൻ അവന്റെ എല്ലാ ഐശ്വര്യങ്ങളും പിൻവലിക്കുന്നു. ഒരു ധനികന് തന്നിൽ അർപ്പിതനായ ആത്മാവാകാൻ സഹായിക്കുന്നതിനായി കൃഷ്ണൻ ചിലപ്പോൾ അയാളുടെ എല്ലാ ഐശ്വര്യങ്ങളും നീക്കം ചെയ്യുമെന്നത് ശ്രദ്ധേയമാണ്. ഇത് ഭഗവാന്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ചിലപ്പോൾ ഒരാൾ ഭൗതികമായി വളരെ സമ്പന്നനാണെന്ന് കാണാം. എന്നാൽ ഭഗവാനോടുള്ള ഭക്തിപൂർവമായ സേവനം കാരണം അയാൾ ദാരിദ്ര്യത്തിലേക്ക് താഴ്ന്നേക്കാം. എന്നിരുന്നാലും പരമപുരുഷനെ ആരാധിച്ചതിനാൽ അയാൾ ദരിദ്രനായി എന്ന് ആരും കരുതരുത്. ഒരു വ്യക്തി ഒരു ശുദ്ധ ഭക്തനാണെങ്കിലും അതേസമയം തെറ്റായ കണക്കുകൂട്ടലിലൂടെ ഭൗതിക പ്രകൃതിയെ ഭരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ എല്ലാ ഭൗതിക ഐശ്വര്യങ്ങളും എടുത്തുകളഞ്ഞുകൊണ്ട് തന്റെ പ്രത്യേക കാരുണ്യം കാണിക്കുന്നു. ഒടുവിൽ അവൻ പരമപുരുഷന് കീഴടങ്ങുന്നു എന്നതാണ് യഥാർത്ഥ അർത്ഥം. ഇന്ദ്രന് നിർദ്ദേശം നൽകിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ അവനോട് സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങാനും താൻ ഒരിക്കലും പരമപുരുഷനല്ലെന്നും എപ്പോഴും പരമദിവ്യോത്തമ വ്യക്തിത്വത്തിന് കീഴ്പ്പെട്ടവനാണെന്നും എപ്പോഴും ഓർമ്മിക്കാനും ആവശ്യപ്പെട്ടു. സ്വർഗത്തിന്റെ രാജാവായി തുടരാനും എന്നാൽ വ്യാജമായ അഹങ്കാരത്തിൽ നിന്ന് ജാഗ്രത പാലിക്കാനും അദ്ദേഹം ഇന്ദ്രനോട് ഉപദേശിച്ചു. ഇതിനുശേഷം കൃഷ്ണനെ കാണാൻ ഇന്ദ്രനോടൊപ്പം വന്ന അതീന്ദ്രിയ സുരഭി പശു അദ്ദേഹത്തിന് ആദരപൂർവ്വം പ്രണാമം അർപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്തു. സുരഭി ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ പ്രിയപ്പെട്ട ഭഗവാൻ കൃഷ്ണ, അങ്ങ് എല്ലാ നിഗൂഢയോഗികളിലും ഏറ്റവും ശക്തനാണ്. കാരണം അങ്ങ് സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും ആത്മാവാണ്. അങ്ങിൽ നിന്നാണ് ഈ പ്രപഞ്ച പ്രകടനങ്ങളെല്ലാം ഉണ്ടായത്. അതിനാൽ വൃന്ദാവനത്തിലെ എന്റെ പിൻഗാമികളായ പശുക്കളെ കൊല്ലാൻ ഇന്ദ്രൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവ നിങ്ങളുടെ അഭയത്തിൽ തുടർന്നു. നിങ്ങൾ അവയെല്ലാം നന്നായി സംരക്ഷിച്ചു. മറ്റാരെയും പരമാത്മാവായി ഞങ്ങൾ അറിയുന്നില്ല. സംരക്ഷണത്തിനായി ഞങ്ങൾ മറ്റൊരു ദൈവത്തെയോ ദേവന്മാരെയോ സമീപിക്കുന്നില്ല. അതിനാൽ അങ്ങ് ഞങ്ങളുടെ ഇന്ദ്രനാണ്. മുഴുവൻ പ്രപഞ്ച പ്രകടനത്തിന്റെയും പരമോന്നത പിതാവാണ്. അങ്ങ് എല്ലാ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും നിങ്ങളുടെ കർത്തൃത്വത്തിന്റെ ശുദ്ധമായ ഭക്തരുടെയും സംരക്ഷകനും ഉയർത്തുന്നവനുമാണ്. ഹേ പ്രപഞ്ചത്തിലെ പരമാത്മാവേ, അങ്ങയെ ഞങ്ങളുടെ പാലിൽ കുളിപ്പിക്കാം. കാരണം അങ്ങ് ഞങ്ങളുടെ ഇന്ദ്രനാണ്. ഹേ ഭഗവാൻ, ഭൂമിയിലെ അശുദ്ധമായ പ്രവർത്തനങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിനാണ് അങ്ങ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ സുരഭി പശു തന്റെ പാലുകൊണ്ട് കൃഷ്ണനെ കുളിപ്പിച്ചു. ഇന്ദ്രൻ തന്റെ വാഹകനായ ആനയുടെ തുമ്പിക്കൈയിലൂടെ സ്വർഗീയ ഗംഗാജലം കൊണ്ട് അവനെ കുളിപ്പിച്ചു. ഇതിനുശേഷം സുരഭി പശുക്കളും എല്ലാ ദേവന്മാരും അവരുടെ അമ്മമാരും സ്വർഗരാജാവായ ഇന്ദ്രനോടൊപ്പം ചേർന്ന് ഗംഗാജലവും സുരഭികളുടെ പാലും കൊണ്ട് ഭഗവാൻ കൃഷ്ണനെ കുളിപ്പിച്ചു. അങ്ങനെ ഗോവിന്ദൻ ഭഗവാൻ കൃഷ്ണൻ അവയിലെല്ലാം സന്തുഷ്ടനായി. ഗന്ധർവലോകം, വിദ്യാധരലോകം, സിദ്ധലോകം, ചാരലോകം തുടങ്ങിയ എല്ലാ ഉയർന്ന ഗ്രഹവ്യവസ്ഥകളിലെയും നിവാസികൾ എല്ലാവരും ഒന്നിച്ചുചേർന്ന് ഭഗവാന്റെ വിശുദ്ധനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ മഹത്വപ്പെടുത്തി. അവരുടെ ഭാര്യമാരും കന്യകമാരും അത്യധികം സന്തോഷത്തോടെ നൃത്തം ചെയ്തു. അവർ ആകാശത്തുനിന്ന് നിരന്തരം പൂക്കൾ ചൊരിഞ്ഞുകൊണ്ട് ഭഗവാനെ വളരെയധികം തൃപ്തിപ്പെടുത്തി. എല്ലാം വളരെ മനോഹരമായും സന്തോഷത്തോടെയും നിശ്ചലമായപ്പോൾ പശുക്കൾ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ പാലുകൊണ്ട് നിറഞ്ഞു. നദികളിലെ വെള്ളം വിവിധ രുചികരമായ ദ്രാവകങ്ങളാൽ ഒഴുകാൻ തുടങ്ങി. മരങ്ങൾക്ക് പോഷണം നൽകി. വ്യത്യസ്ത നിറങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങളും പൂക്കളും ഉൽപ്പാദിപ്പിച്ചു. മരങ്ങൾ തേൻ തുള്ളികൾ ചൊരിയാൻ തുടങ്ങി. കുന്നുകളും പർവ്വതങ്ങളും ശക്തമായ ഔഷധസസ്യങ്ങളും വിലയേറിയ കല്ലുകളും ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. കൃഷ്ണന്റെ സാന്നിധ്യം കാരണം ഇതെല്ലാം വളരെ മനോഹരമായി സംഭവിച്ചു. പൊതുവെ പരസ്പരം അസൂയപ്പെട്ടിരുന്ന താഴ്ന്ന മൃഗങ്ങൾക്ക് ഇനി അസൂയ തോന്നിയില്ല. വൃന്ദാവനത്തിലെ എല്ലാ പശുക്കളുടെയും നാഥനും ഗോവിന്ദൻ എന്നറിയപ്പെടുന്നവനുമായ കൃഷ്ണനെ തൃപ്തിപ്പെടുത്തിയ ശേഷം രാജാവ് ഇന്ദ്രൻ തന്റെ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങി. പ്രപഞ്ചത്തിലൂടെ കടന്നുപോകുമ്പോൾ എല്ലാത്തരം ദേവന്മാരും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. കൃഷ്ണബോധം ലോകത്തിന് എങ്ങനെ പ്രയോജനപ്പെടുമെന്നതിന്റെ ശക്തമായ ഉദാഹരണമാണ് ഈ മഹത്തായ സംഭവം. താഴ്ന്ന മൃഗങ്ങൾ പോലും അവരുടെ അസൂയ സ്വഭാവം മറന്ന് ദേവന്മാരുടെ ഗുണങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു.